ഹലോ, ഞാൻ സുനി സജി രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥതയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. യേശുവിൻ്റെ മുഖത്തേട്ട് നോക്കിയവൻ ലജ്ജിക്കാൻ ഇടവരില്ല. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഃഖങ്ങൾ ഓടിപ്പോവും. പരമാനന്ദ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്യും. ഇത് യേശുവിനെ ആശ്രയിക്കുന്നവർക്ക് കിട്ടണ ആ പറഞ്ഞിരിക്കുന്ന എല്ലാ തരം വാക്ക് പറഞ്ഞാൽ മതിയായത്. ആ യേശു എന്ന് പറയുന്നത് ലോകത്തിൽ ഒരേ ഒരു മഹാത്ഭുതം. അതെന്നാന്ന് വെച്ചാൽ യേശുപുരാൻ പറയുകയാണ്. വേറെ നിങ്ങൾ നോക്കിയോ, ഗൂഗിളിൽ അടിച്ചോ അല്ലാണ്ടൊക്കെ നോക്കിയോ, യേശുപുരാൻ പറയുകയാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന ഈ ലോകത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുവാൻ ഒരു വ്യക്തിക്ക് ഏതിലേക്കുള്ള വഴി? ദൈവത്തിലേക്കുള്ള വഴി. അത് സത്യമാണ്, അത് ജീവനാണ്. അപ്പോൾ ജീവൻ എന്ന് പറഞ്ഞാൽ നിത്യജീവൻ. ദൈവത്തിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തന്നേക്കണേ. നിങ്ങൾ വേറെ എവിടെയേലും ചെക്ക് ചെയ്ത് നോക്കിയോ, ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയോ, ഒരേ ഒരാൾ ലോകത്തിൽ നിന്ന്, അതും 30 വയസ്സ് വരെ കൂലിപ്പണി ചെയ്ത് ആശാരിപ്പണി ചെയ്ത് കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ആൾ ലോകത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ പിതാവായ ദൈവത്തിൽ നിന്ന് വന്നതാണ്, ഞാൻ പറയുന്ന വഴിയിൽ കൂടി പോയാലാണ് ദൈവത്തിലേക്ക് എത്തുകയുള്ളൂ. നമ്മുടെ ഈ കൊച്ചു പിള്ളേരെ പോലെ അല്ലാണ്ട് ഇച്ചിരിയുടെ ആത്മീയമായിട്ട് വളരണം. ഗോഡ്സ് ഓൺ കൺട്രിയിലെ ആൾക്കാർ. ഞാൻ കുഞ്ഞിലെ പോകുമ്പോൾ മാങ്ങ വറക്കാൻ പോകും. എനിക്ക് മാമ്പഴം വറക്കൽ വലിയ വീക്ക്നെസ്സാണ്. പോകുമ്പോൾ 5 പൈസ ഒരു മാങ്ങ കിട്ടിയാൽ, കോട്ടമാമ്പഴത്തിന് 5 പൈസ ഇങ്ങനെ പള്ളിയിലിടും. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ പരീക്ഷ ജയിക്കാൻ 5 പൈസ. ആ ചിന്തയൊക്കെ മാറും. ദൈവമായിട്ട് ആത്മീയമായിട്ട് എന്ന് വെച്ചാൽ വർത്തമാനം പറ. നിങ്ങൾ എന്നും ദൈവത്തിനോട് വർത്തമാനം പറ. തെറ്റ് പറ്റിയത് ഏറ്റു പറയുക, കൂട്ടുകൂടെ യേശുപുരാനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക. എന്നും വർത്തമാനം പറ. അപ്പോൾ അതിൻ്റെ മറുപടിയും കിട്ടും. അങ്ങനെ ഒരു ബന്ധം ദൈവമായിട്ട് വേണ്ടേ. അല്ലാണ്ട് ഒരു കാര്യം കാണാൻ അവിടെ പോയി ഒരു വഴിപാടിന് ദൈവം കാശ് മേടിച്ചിട്ട് മാങ്ങാപ്പഴം തരാനും പരീക്ഷ ജയിപ്പിക്കാനും നിങ്ങളുടെ കൊച്ചുങ്ങളെ ജോലി മേടിച്ചു തരാനും, ഇതൊക്കെ നമ്മളെക്കാളും കൂടുതൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. എന്നെ ഏറ്റവും അനുഗ്രഹിച്ചത്, എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം വേണമെന്ന് ചിന്തിക്കുന്നത് ദൈവമാണ്. അപ്പോൾ നമുക്കിടെ ആ സെൻസിൽ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് വചനമാണെന്ന് ഓർത്തോണം. ഒരു രൂപമോ സൃഷ്ടിയോ ഒന്നുമല്ല. ദൈവം സൃഷ്ടിച്ചേക്കുന്നതാണ് ലോകം. അപ്പടിയും അല്ലാണ്ട് ഒരു കുരിശൊന്നും ദൈവമല്ല. അത് ക്രിസ്ത്യാനിയുടെ ചിഹ്നം മാത്രമാണ്. അപ്പോൾ മനുഷ്യൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതൊന്നും ദൈവമല്ല. അതിൻ്റെ മുമ്പിൽ പോയി കുമ്പിടുക എന്ന് പറഞ്ഞാൽ ഏതൊരു വിഡ്ഢിയാണ് നമ്മളെന്ന് ഓർക്കണം. ദൈവം എന്ന് പറഞ്ഞത് ആത്മാവിലാണ്. ആത്മാവിനെ കാണാൻ പറ്റുമല്ലോ. ആത്മാവിൻ്റെ ആ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അനുസരിക്കുമ്പോൾ ആ ആത്മാവിന് കീഴ്പ്പെടാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റാണ്. അതിന് മുമ്പായിട്ട് പറയട്ടെ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 1000 റുപ്പീസിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അത് കിട്ടും. പിന്നെ അത് കൂടാണ്ട് ഇതുകൂട്ട് വരുക കേട്ടോ. അക്ഷയതൃതീയ വരുക 30 ഏപ്രിൽ 30. അപ്പോൾ നമുക്കിടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നമുക്ക് ഇങ്ങനെ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് കൃത്യം ഓടി വന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കി എല്ലാം ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. അന്ന് 50,000 ക്യാഷ് പർച്ചേസിന് ഒരു ഗോൾഡ് കോയിൻ വെച്ചിട്ടുണ്ട് 30 മാത്രം. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കുക. പിന്നെ മെയ് 6 നമ്മുടെ കടയുടെ ആനിവേഴ്സറി ആട്ടോ. അന്നും വലിയ ഒത്തിരി ഓഫറുകൾ കാണും. അതെല്ലാം പ്ലാൻ ചെയ്യണമുള്ളൂ. അപ്പോൾ എല്ലാവരും നോക്കുക, വരിക. അപ്പോൾ പിന്നെ സ്കീമിൽ കൂടുന്ന ആരും മറക്കരുത് കേട്ടോ. വില കൂടുമ്പോൾ നമുക്ക് സ്കീമിൽ കൂടുമ്പോൾ ഒരു ആശ്വാസം. അതുകൂടാണ്ട് പിന്നെ ബാക്കി എല്ലാ കാര്യം, ബ്യൂട്ടി പാർലറിൽ വന്ന എല്ലാ കാര്യം. പിന്നെ ഇന്നത്തെ മനോഹരമായ വീഡിയോ കാണാം. അതിൽ ഏറ്റവും രസം, ഒത്തിരി കാലം കൂടിയാട്ടോ സിൽക്ക് ഓർഗൻസ. നമ്മുടെ ഓർഗൻസയിൽ ഏറ്റവും വില കൂടിയ മെറ്റീരിയലിലാണ് ഈ ഹാൻഡ് വർക്ക് വന്നേക്കണേ. ഇത് കണ്ടോ, സിൽക്ക് ഓർഗൻസയാണ്. അടിപൊളി സിൽക്ക് ഓർഗൻസ. നമുക്കൊരു ഫങ്ഷൻ വെയറിന് ഏറ്റവും ഗ്രാൻഡാണ്. ഹാൻഡ് എംബ്രോയ്ഡറിയാണ്. സിൽക്ക് ഓർഗൻസ ഷോളും ഒട്ടും ഘനവുമില്ല. ഞാനിതിങ്ങനെ ക്രേപ്പാന്ന് കേട്ടോ ഓർത്തെ. അപ്പോഴാണ് സിൽക്ക് ഓർഗൻസ ആണ്. ഇതിൽ സാൻഡോൺ ബോട്ട് 2899 ഉള്ളൂ കേട്ടോ. അത് ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞത്. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് സിൽക്ക് ഓർഗൻസ് ഈ വിലയ്ക്ക് ഒത്തിരി നല്ലതാണ്. ഇത് 2899 രൂപ. ചേച്ചിക്ക് വിലയില്ലായിരിക്കും, ഞങ്ങൾക്ക് വിലയുണ്ടെന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ഇടണ്ട. ഈ വിലയ്ക്ക് ഇത് നല്ലതാണ്. പ്രീമിയം സെറ്റാണ്, സൂപ്പറാണ്. ഫങ്ഷനൊക്കെ സൂപ്പറാണ്. ഫങ്ഷനും ഇടാം, അല്ലാണ്ട് പിന്നെ ക്യാഷിലായിട്ട് ഇട്ടാലും പ്രോബ്ലം ഇല്ല. 2899. നല്ലൊരു ലൈറ്റ് സഫയർ പേസ്റ്റ് ചാട്ടം. ഇതെല്ലാം നല്ല കളേഴ്സ് എല്ലാം
ഓർഗൻസ എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കാനല്ല കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങണതാണ്. ഞാൻ സിൽക്ക് ഓർഗൻസയുടെ വലിയ ആളാണ്. അടിപൊളി അടിപൊളി സംഭവം, സൂപ്പർ. ദൈവമേ, കാശ്മീർ വെടിവെപ്പം എനിക്ക് മേല് പോയി കയറുക. ഞാൻ പോയിട്ട് വന്നിട്ട് എത്ര ദിവസമായി, ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോട് അപ്പുറം ഇന്ന് കളിയാക്കുക. ഞാൻ പണ്ട് വേളാങ്കണ്ണി പോയിട്ട് വന്നിട്ട് ഞാൻ പോട്ടതാ, അന്ന് തന്നെ സുനാമി ഉണ്ടായി, ഇനി എന്നോടെങ്ങും പോകണ്ടെന്ന് പറഞ്ഞേക്കും. അയ്യോ എനിക്ക് വയ്യ. അല്ല കാശ്മീർ, അയ്യോ അതൊക്കെ അങ്ങനെയൊക്കെ മാറിപ്പോട്ടെ കേട്ടോ. നമ്മളെല്ലാവരും കാശ്മീരിന് വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അതുകൊണ്ട് ദൈവമേ, നമുക്ക് ഇന്ത്യയുടെ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ, ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ പോയി കാണാൻ പറ്റാത്തവർക്കൊക്കെ കാശ്മീർ കാണാൻ പറ്റുമല്ലോ. മിനി സ്വിറ്റ്സർലൻഡാന്നാണ് പറഞ്ഞത്. എന്ത് രസമല്ലേ, ബീച്ചൊക്കെ സൂപ്പറാണ്. അപ്പം നമ്മളവിടെയൊക്കെ സമാധാനം വാഴും. നമ്മൾ പ്രാർത്ഥിച്ച അവിടെ സമാധാനം വാഴും. അവിടുത്തെ മനുഷ്യർ അത്രയും സൗന്ദര്യമുള്ള നാട്ടിൽ വലിയ കഷ്ടപ്പാടിലാട്ടോ. ഇപ്പോൾ 2-3 വർഷമായുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ചെന്ന് തുടങ്ങി അവർക്കൊരു വരുമാന മാർഗ്ഗമായിട്ട് ഇതുവരെ യുദ്ധവും ബഹളവും. ഇത് താഴത്തേട്ടാട്ടോ, ഇങ്ങനെ താഴെ വരയ്ക്കാം, അല്ലെങ്കിൽ യോക്കിൽ ഇങ്ങനെ ആക്കാം. ഇതാ സിൽക്ക് മെറ്റീരിയലിലുള്ളതാണ് അല്ലേ? അതാ സിൽക്കല്ല, ക്രേപ്പല്ലേ, എല്ലാം ഈ ക്രേപ്പാണ്. ഒരു കോട്ടൺ, എല്ലാം സിൽക്ക് പോലത്തെ. ഇതൊരു ക്രേപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. 1499. ക്രോഷ്യ എത്രയും വർക്കുണ്ട്. ഷോളയിൽ ക്രോഷ്യയുടെ ലേസ് വർക്കുണ്ട്. അടിപൊളി സെറ്റാട്ടോ. ബോട്ടോ അതുപോലത്തെ ആ സിൽക്ക് മോഡൽ മെറ്റീരിയലാട്ടോ. ഇതെപ്പിട്ടാലും തീരണേ ആട്ടോ. ഇതൊക്കെ കുറച്ച് പീസുകൾ കിട്ടിയിട്ടുള്ളേ. ഇവിടെ ഇതിന് ഭയങ്കര ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായത് കാരണം, പക്ഷേ ചെല്ലുമ്പോൾ കിട്ടാനില്ല. ഇതിങ്ങനെ താഴത്തേട്ട് വേണമെങ്കിൽ അങ്ങനെയാക്കാം, യോക്കിലാക്കാം. ഇതിങ്ങനെയല്ലേ, താഴത്തേട്ടാണോ അല്ലേ? പാനൽ വർക്ക് പോലെ നടുക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ലേ, അങ്ങനെയായിട്ടില്ല. ഷോളിലും ക്രോഷ്യോ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ക്രോഷ്യോ വർക്ക് കൊടുത്തിട്ടുണ്ട്. ക്രേപ്പിൻ്റെ ഷോള്, ഇതും ഒരു ക്രേപ്പ് പോലത്തെ ഒരു നല്ല സിൽക്ക് മെറ്റീരിയലാട്ടോ. ഇപ്പം ആദ്യം ഇത് കാണിച്ചതൊരു സിൽക്ക് മെറ്റീരിയൽ പോലെ. ഇതിങ്ങനെ വരുമ്പോൾ ഇതിൽ മിക്സായിട്ട് ചിലതിൽ കോട്ടണൊക്കെ കാണും. അങ്ങനെ കിട്ടില്ല. 1499. എന്നായാലും 1499 ഈ വിലയ്ക്ക് നല്ലൊരു അസറ്റാട്ടോ. ആ ബോട്ടം ഒരു സിൽക്ക് പോലത്തെ മെറ്റീരിയലാട്ടോ. $1499. ഇത് സൂപ്പർ ഹിറ്റ് ക്രേപ്പിൻ്റെ ഷോളുടെ 2 വശത്തും ഇത്രയും വർക്ക്. ഇത് കോട്ടണാന്ന് തോന്നുന്നു അല്ലേ? ഈ ഒരെണ്ണം അതിൽ കോട്ടണും വന്നിട്ടുണ്ട്. ഇത് താഴെ ആട്ടോ, ഞാനിങ്ങനെ കാണിക്കാൻ എളുപ്പം നിങ്ങൾക്ക് താഴത്തേട്ട് നോക്കാനൊക്കെ പാട് കാരണം ഞാനിങ്ങനെ വെക്കണമുള്ളൂ. ഇത് പ്യുവർ കോട്ടൺ ആട്ടോ. അതിൻ്റെ ഷോളയിലും ഇങ്ങനെ വർക്കുണ്ട്. ഇതിൻ്റെ ബോട്ടം കോട്ടൺ തന്നെ. 1499. ഷോളിൻ്റെ 2 വശവും ഇതേ ക്രോഷ്യോ ലേസും ഉണ്ട്. ഈ വിലയ്ക്ക് ഇത് ഒത്തിരി നല്ലതാട്ടോ. ഇതോരം ദിവസം ക്രോഷ്യോ വർക്ക് അപ്പടി ഹാൻഡ് വർക്കാണ്. ഇതും കോട്ടൺ അല്ലേ? എല്ലാം മിക്സ് ആൻഡ് മാച്ചായിട്ടാണ് കിട്ടില്ല. ഞാനിതിൻ്റെ എല്ലാം അയച്ചേക്കാൻ പറഞ്ഞു. കാരണം ഇവിടെ ഒറ്റ പീസ് പോലുമില്ല. ഇതെപ്പോൾ വീഡിയോ ഇട്ടാലും ആൾക്കാർ അപ്പടി എടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പല മെറ്റീരിയലിലും അവർ അയച്ചേക്കണത്. അവിടെ കൊടുത്ത് എല്ലാം സെയിം അല്ലായിട്ട് ഒരു മെറ്റീരിയലായിരിക്കും ഓർത്താണ്. 1499. ക്രോഷ്യോ ലേസ് ഇത് ഇത്രയും ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഷോളിൻ്റെ അരികത്തൊക്കെ ഇവിടെയുണ്ട്. ഇത് കോട്ടൺ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ബോട്ടം. എല്ലാം കോട്ടണാണോ? കോട്ട. അതിൻ്റെ ഇടയ്ക്ക് എല്ലാം മിക്സിങ് ഉണ്ട്. എല്ലാം യൂണീക്ക് പീസുകളാട്ടോ. ഇതിനൊന്നും വേറെ ഒന്നുമില്ല. ഇത് എടുക്കുമ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നത്. എന്നും കുന്നും ഫാഷനുമാണ്. നല്ല സ്റ്റാൻഡേർഡ് സെറ്റാണ്. ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു ഭയങ്കര ക്രേസുള്ളവർ ഇത് എപ്പോഴും ഇതെടുക്കും. ഇത് കോട്ട. ഈ ഒരെണ്ണം മാത്രം കോട്ട അല്ലേ?
ഇത് കോട്ടയിൽ വന്നിരിക്കുന്നത്. ഇതെല്ലാം ദാമല്ല. എല്ലാത്തിൻ്റെ ഷോൾ ഇതുപോലെ ഇതേ ക്രോഷ്യോ ഷോളാണ്. ബോട്ട് ഇങ്ങനെ എല്ലാം 1499 ആട്ടോ. ഇനി വന്നേക്കുന്നത് ഇത് നമ്മുടെ ഇങ്ങനെ ഇതിൻ്റെ ബനാറസിൻ്റെ ഇച്ചിരി വില കുറഞ്ഞ സെറ്റാ ടോപ്പ്. ഇങ്ങനെ ഷോൾ ഇതേ ഫുൾ വർക്കുണ്ട്. ബോട്ട ഈ സിൽക്ക് മെറ്റീരിയൽ തന്നെ. എത്രയാണ്? 1699 ഉള്ളൂ കേട്ടോ. 2000 വിലയുടെ എടുക്കാൻ പറ്റാത്തവർക്ക് ഇത് സിൽക്കിലാണ്, സോഫ്റ്റ് സിൽക്കിലാണ് വന്നേക്കണേ. ഇത് 1699 ഉള്ളൂ. അടിപൊളിയാണ്. ബോട്ടം ഒക്കെ സെയിം മെറ്റീരിയൽ തന്നെ, സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ബോട്ടം. ടോപ്പിൻ്റെ ബാക്ക് ഇങ്ങനെ പ്ലെയിനാണ്. കയ്യിൽ 3 വര കൊടുത്തിട്ടുണ്ട്. ടോപ്പിലിങ്ങനെ ഒറിജിനൽ ആ ബനാറസിൻ്റെ സെയിം മോഡൽ തന്നെ. 1699 മുന്തിരി കളർ കേട്ടോ. നല്ല സെറ്റുകളാട്ടോ ഈ വിലയ്ക്ക്. മറ്റേതെല്ലാം പോയില്ലേ, മറ്റേ വേറൊരു ഫാഷൻ കഴിഞ്ഞാണ് കാണിച്ചത്. ആ കൂടെ വന്ന ഇതെല്ലാം സെയിം വിലയ്ക്ക് തന്നെ പല ഫാഷനുകൾ വന്നായിരുന്നു ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ. 1699. ഇത് നമുക്ക് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നു. നമുക്ക് കഴിയും. ഇങ്ങനെ തീ ചൂടത്തുകൊണ്ടേ തേക്കരുത് കേട്ടോ, ചുടുന്ന് വരാനൊക്കെ. ഈ അങ്ങനെ വീടുകളിൽ തേപ്പോട്ട് കൂട്ടിയിടുക. ആദ്യം ഡ്രസ്സ് തേക്കണതിന് മുമ്പ് അത് ഇട്ടേക്കണം നോക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടപ്പോൾ എൻ്റെ ബോട്ടം ഇങ്ങനെ പൊള്ളിപ്പോന്നൊക്കെ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് 3 ലിട്ട് അല്ല 1 ലിട്ടാൽ മതി എൻ്റെ ഡ്രസ്സ് പാൻറ്റ് വെച്ച് തേക്കണയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് കത്തിപ്പോയാൽ പെട്ടെന്ന് അത് അവിടെ വെച്ച് വിട്ടുപോകും. നല്ലൊരു ടീൽ ബ്ലൂ കേട്ടോ. അപ്പോൾ തേക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണേ. മുന്തിരി കളർ ബ്രൗണേ. അടിപൊളിയാണ്, സൂപ്പർ സംഭവം. 1699. ഇനി നമ്മളിത് റീസ്റ്റോക്ക് ആട്ടോ. ഇത് കാണിച്ചിട്ടുള്ളത് പക്ഷെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് മൊഡാലിൻ്റെ പ്രിൻ്റഡ് സെമി മൊഡാൽ. ഒറിജിനൽ ഇങ്ങനെ പ്രിൻ്റഡിന് 3000 ഒക്കെ അല്ലേ. പക്ഷെ ഷോളൊക്കെ നല്ല രസമാട്ടോ. അതേ കണ്ടോ, അടിപൊളി ഷോളും ബോട്ടവും. എത്ര? 1299 ഉള്ളൂ. നല്ലൊരു സിൽക്ക് ഇങ്ങനെ പ്രിൻ്റഡ് സിൽക്കിൻ്റെ സെറ്റ് ഷോളും ഒക്കെ ഇങ്ങനെ. ഇതിന് എപ്പോഴും ഡിമാൻഡാട്ടോ, നല്ല ഡിമാൻഡാണ്. 1299 ഉള്ളൂ. നല്ല ഇറക്കമൊക്കെ കിട്ടും. നല്ല സെറ്റാണ്. $1299 അടിപൊളി സെറ്റാട്ടോ. ഇതൊരു ആഷ് കൂടിയ ബ്ലൂ ഇല്ലേ, ഷോള് കാണുമ്പോൾ കറക്റ്റ് കളർ അറിയാൻ പറ്റുള്ളൂ. നല്ല നല്ല സെറ്റുകളാണ്. എല്ലാം പെട്ടെന്ന് എടുത്തോ. സൂപ്പർ സംഭവം. 1299 മുന്തിരി കളറ്. ഇത് നമ്മൾ നേരത്തെ ഒരു 5-6 മാസം മുമ്പൊന്നും ചെയ്തതാണ്. പിന്നെ കണ്ടത് ഇപ്പോഴാട്ടോ. പ്യുവർ കോട്ടൺ, ഫുൾ ഹക്കോബ. അതിൽ ഇതൊക്കെ ഹാൻഡ് വർക്കാട്ടോ. ഫുള്ളുണ്ട്. ഓവറോൾ ഒരു പേളിൻ്റെ ബീഡ് വെച്ച പോലെ ത്രെഡ് വർക്കാണ്. ബാക്കി പ്ലെയിൻ ആട്ടോ. നല്ലൊരു സെറ്റാട്ടോ. അതിലെ ഷോളാട്ടോ ഏറ്റവും നല്ല സൂപ്പർ ഹൈലൈറ്റ്. ഇത് ഇങ്ങനെ ഡൈ ചെയ്ത ഷോളിൽ ഇങ്ങനെ ക്രോഷ്യോ വർക്കും വൈറ്റും ഒക്കെ ഇട്ട് നല്ല ഇതിലെ പോലെ തന്നെ ഡിസൈൻ ചെയ്ത് ഒറിജിനൽ ക്രേപ്പ് ഷോളും പ്യുവർ കോട്ടൺ ബോട്ടും. എത്ര? 1499 വിലയുള്ളൂ. ഈ വിലയ്ക്ക് ഇതൊരു നല്ല അസറ്റാട്ടോ. ഇടാനും പ്യുവർ കോട്ടൺ, ഈ മൽക്കോട്ടൺ പോലത്തെ തുണിയത്. അപ്പോൾ ഇടാനും ഭയങ്കര സുഖമാണ്.
വേണമെങ്കിൽ ലൈനിങ് ഇട്ടാൽ മതി. ഇപ്പം ലൈനിങ് ആർക്കും ഇഷ്ടമല്ല ലൈനിങ് ഇട്ട ഡ്രസ്സ്. പിന്നെ സിൽക്ക് അങ്ങനെയൊക്കെ തയ്ക്കുമ്പോൾ ഇപ്പം ഈ ഞാനിട്ടേക്കുന്ന ഡ്രസ്സായാലും ഭയങ്കര നൈസായത് കാരണം കട്ടിയുള്ളൊരു ലൈനിങ് ഇട്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുക. എവിടെ ഇതിടുമ്പോൾ വണ്ണം തോന്നിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടാനും തോന്നിക്കും. അങ്ങനെ പറയാണ്ടിരിക്കുമെങ്കിൽ ഞാൻ ഈ സെറ്റ് അത് കാരണം തുണി ഭയങ്കര നൈസാണ്. ലൈനിങ് വലിച്ചു കുറച്ച് കളഞ്ഞാലോ നോക്കണ്ട്. വേറെ ലൈനിങ് മാറ്റിയിട്ടാലോ. ചാക്ക് പോലത്തെ കനമുള്ളത് പിടിച്ചു നോക്കുമ്പോൾ വലിയ കനയില്ല. ലൈനിങ് ഇല്ലാണ്ട് വണ്ണം കുറവ് തോന്നിക്കാൻ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? ഇത് കണ്ടോ, നല്ല ക്രോഷ്യോ ലേസ്, ചുറ്റും ലേസ്, ബോട്ടിൽ അടിപൊളി അടിപൊളി സൂപ്പർ സംഭവം. ഇത് നമ്മൾ റീസ്റ്റോക്ക് വരുത്തിയിട്ട് അന്ന് വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേരെല്ലാവരും ചോദിച്ചാൽ റീസ്റ്റോക്ക് വരുത്തിയിട്ട് എല്ലാ കളേഴ്സൊന്നുമില്ല, കുറേ ബാക്കി വന്നു. അതാട്ടോ അപ്പോൾ ഇത് 1250 പക്ഷെ നമ്മൾ 999 കൊടുക്കും കേട്ടോ. പിന്നെ ചോദിച്ചാൽ ഇല്ല കേട്ടോ, ചാടി വെബ്സൈറ്റിലൊക്കെ എടുത്തു. കാരണം ഇത്രയും വർക്കൊക്കെ ഉള്ള ഷോള്, ടോപ്പിൽ ഈ വർക്ക്, നല്ല സിൽക്കി കോട്ടയിൽ 999 ഈ സെറ്റ് കിട്ടുമ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഇത് വരുത്തി തരാമെന്ന് ചോദിച്ചാൽ അന്നേരം വരുത്തിയതാണ് ഒത്തിരി. അപ്പോൾ ഇനി കിട്ടില്ല. 999. ഈ കാണിക്കണ കുറച്ച് സെറ്റേ ഉള്ളൂ അല്ലേ? എത്രയല്ലേ ഉള്ളൂ? ആകെ എത്രയേ ഉള്ളൂ. ശരിക്കും അത് താഴെ ഇരുന്ന് വിറ്റുകൊണ്ട കാര്യമുള്ളൂ. ഈ പിള്ളേർ വലിച്ചുകൊണ്ട് വന്നാക്കണ 999. പെട്ടെന്ന് എടുത്തോ. ഈ കാണിക്കുന്ന സെറ്റ് ഇപ്പോൾ വില കുറഞ്ഞ സെറ്റ് കാണിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിഷമമാണ്. നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നല്ല കളർ ചാർട്ട്. ഇത് ഈ ഒരു സോഫ്റ്റ് സിൽക്കിൽ ബനാറസ് ബുട്ട ഇങ്ങനെയുണ്ട്. ബാക്ക് പ്ലെയിനും ആട്ടോ. ബോട്ടോ ഇത് നല്ല ഒരു സെറ്റാണ്. വില വെച്ച് ഇതെല്ലാം സെറ്റാന്ന് പറയാമോ? ആകെ ഇതിനെത്ര? 550 രൂപയുള്ളൂ. ഈ രൂപ പ്രകാരം മൊത്തം പ്രശ്നം തിരിക്കണ്ട. നാളെ നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് വെബ്സൈറ്റിൽ പോയി ചുമ്മാ വീഡിയോ പിടിക്കാൻ അപ്പുറത്ത് വിളിച്ച് വരുത്തിയതാണ്. എന്നിട്ട് വീഡിയോ കാണുന്ന എല്ലാം എടുത്തുകൊണ്ട് പോകും. എന്നിട്ടത് കൊടുക്കാനും തികയില്ല. ഈ പിടിക്കണവർ തന്നെ അപ്പം എടുത്തിങ്ങനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ചിരിക്കുക. ഞാൻ പറഞ്ഞു ഇനി ഇതൊന്നും തരില്ല. ലാസ്റ്റ് റീസ്റ്റോക്ക് വരുത്തുമ്പോൾ തരുള്ളൂ. വൃത്തിയുള്ള പച്ചക്കറിക്കുള്ളൂ. 550 രൂപയുള്ള റീസ്റ്റോക്ക് വരുത്തുമ്പോൾ ഇനി ഇവിടെയുള്ളവരെ കൊണ്ട് ഞാൻ എടുക്കുന്നുള്ളൂ. അടിപൊളി സെറ്റുകളാണ്. 550 രൂപയുള്ളൂ. പിന്നെ കളർ ചാർട്ട് നല്ലതാണ്. ഈ വിലയ്ക്ക് തുണിയും നല്ലതാണ്. എനിക്ക് കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടണമൊക്കെ ഞാൻ റീസ്റ്റോക്ക് വരുത്തി തരാം കേട്ടോ. അപ്പോൾ ചോദിച്ചാൽ മതിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇട്ടിട്ട് പോരുത്. മെയ് 30 അക്ഷയ തൃതീയ രേവതി ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആയിരിക്കണം. അതുകൊണ്ട് മെയ് 6 പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. നമ്മുടെ കടയുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വന്നം പിന്നെ എന്നതാണ് ഇനി എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ? ഇപ്പം കാശ്മീരിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ സമാധാനം, സന്തോഷവും സ്വസ്ഥതയൊക്കെ വാഴട്ടെ. വെടിവെപ്പും അങ്ങനത്തെ ഒന്നും നമുക്ക് വേണ്ട. വഴക്കും ബഹളവും ഒന്നും വേണ്ട. യേശുവിൻ്റെ സ്വഭാവമാകട്ടെ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ആ ദൈവരാജ്യത്തിലായിട്ട് എന്തായിരിക്കും? സ്വർഗ്ഗമായിരിക്കും ഇവിടെ. അപ്പോൾ എല്ലാവരും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.